ഹലോ, നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ HDRIയും കാര്യങ്ങളൊക്കെ കണ്ടു. ഈ ഒരു വീഡിയോയിൽ ഞാൻ D5 കുറച്ച് ടൂൾസ് പരിചയപ്പെടുത്താനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ മുകളിലുള്ള ടൂൾസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോ ചെയ്ത ഇൻറ്റീരിയർ, ഒരു ബെഡ്റൂമിൻ്റെ ഇൻറ്റീരിയർ ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ പറയാം. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ലൈറ്റുകളുടെ സോഴ്സൊക്കെയാണ്. അപ്പോൾ പോയിൻ്റ് ലൈറ്റ് തന്നെ കണ്ട ഒരു പോയിന്റിൽ പ്രകാശിക്കുന്ന ഒരു ലൈറ്റ് ആയിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഇതിങ്ങനത്തെ ഇതിൻ്റെ ഭാഗത്ത് കൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ അകത്തൊരു ലാമ്പ് കത്തുന്ന പോലെ കാണിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടെ കണ്ട ഇൻറ്റൻസിറ്റി ഒക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. അതിൻ്റെ റേഡിയസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. ആ ഏരിയ മാത്രം മതിയോ, ഫുൾ പ്രകാശിക്കണോ, ലൈറ്റ് സോഴ്സിൻ്റെ റേഡിയസ് കൺട്രോൾ ചെയ്യാം. ലൈറ്റിൻ്റെ ഷേപ്പ് നമ്മൾ കാണിക്കണോ വേണ്ടിയെന്ന് നോക്കാം. റിഫ്ലക്ഷനിൽ വേണോ, അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ, ഒരു വാംത്ത് കൊടുക്കണോ, അതൊരു ബ്ലൂ ലൈറ്റായിട്ട് വേണോ എന്നുള്ള കാര്യങ്ങളും. പിന്നെ കോസ്റ്റിക്സ് ഓണായി കഴിഞ്ഞാൽ, കോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ഗ്ലാസ് ഉള്ള മെറ്റീരിയലൊക്കെ റിഫ്ലക്റ്റ് ചെയ്ത് പാറ്റേണൊക്കെ ജനറേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അത് വേണോ വേണ്ടിയെന്നുള്ളതാണ്. അത് ഇൻറ്റൻസിറ്റി, അതിൻ്റെ സോഫ്റ്റ്നെസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഈ സെയിം തന്നെ ഇതൊരു പോയിന്റ് ലൈറ്റ്. ഇനി സ്പോട്ട് ലൈറ്റ് ഉണ്ട്, അത് മുകളിൽ നിന്ന് അടിക്കുന്ന പോലെ കണ്ടോ, ഒരു കോൺ ആംഗിളിൽ അടിക്കുന്ന ലൈറ്റാണ് സ്പോട്ട് ലൈറ്റ്. അത് നമ്മൾ സീലിങ്ങിലൊക്കെ ഇവിടെ ഇങ്ങനെ കൊടുക്കും, അവിടെ നിന്ന് അടിക്കുന്ന രീതി കൊടുക്കും. അതിൻ്റെ നമുക്ക് ഇൻറ്റൻസിറ്റി എല്ലാം കൺട്രോൾ ചെയ്യാം. അതിൻ്റെ ആംഗിൾ നമുക്ക് ചെറുതാക്കണോ എന്നൊക്കെ കൺട്രോൾ ചെയ്യാം. റേഡിയസ് നിനക്ക് ചെറുതാക്കണോ വേണ്ടിയോ എന്നുള്ളത് നോക്കാം. അവിടം വരെ അടിച്ചാൽ മതിയോ, ബെഡ് വരെ അടിക്കണോ, കേട്ടോ, വ്യത്യാസമുണ്ട് ഇതിനെ അടിക്കുമ്പോൾ. അതിന് വാമത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റ് റിഫ്ലക്ഷനിലൊക്കെ വിസിബിൾ ആയിരിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ഇതാണ് സ്പോട്ട് ലൈറ്റ്. പിന്നെ അതിനൊരു ഫോക്കസ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ടെങ്കിലും വെച്ച് അടുപ്പിക്കാം. അതാണ് ഡോട്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതാണ് സ്പോട്ട് ലൈറ്റ്. പിന്നെയുള്ളത് സ്ട്രിപ്പ് ലൈറ്റ്. അതായത് നമ്മൾ ഒരു നീളത്തിലുള്ള സ്ട്രിപ്പ് നമ്മളിങ്ങനെ ബെഡിൻ്റെയൊക്കെ പുറകിലൊക്കെ ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യും. ഒരു നീളത്തിലൊരു സ്ട്രിപ്പ് ഞാൻ തൽക്കാലം ഒന്ന് വലുതാക്കുന്നു. എന്നിട്ട് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യുക, മതിലും മേലെ ഇങ്ങനെ അടിക്കുന്നു. ഇങ്ങനെയൊക്കെ ബെഡിൻ്റെ പുറകിലൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതിനും വാംത്ത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ. ഒരു മഞ്ഞ ലൈറ്റ് വേണോ, ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുക്കാം, വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. അതിൻ്റെ ബാൻഡോർ ആംഗിൾ എന്ന് പറയും. ബാൻഡോർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് നിങ്ങൾ നോക്കിക്കുക, ലൈറ്റിനെ ഞാൻ ലെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ കണ്ടോ, ശരിക്കും അതും ഒരു കോണ് പോലെ. അതിലെ ആംഗിൾ എത്ര വികസിച്ചടിക്കണം ഈ സ്ട്രിപ്പ് തീരുമാനിക്കുന്നതാണ് ബാൻഡോർ ആംഗിൾ. പിന്നെ അതിനും ഒരു റേഡിയസ് ഒക്കെ ഉണ്ട് ഇൻറ്റൻസിറ്റിയുടെ. അത് നിങ്ങൾക്ക് ചെറുതാക്കി എടുക്കണോ, വലുതായി പ്രകാശിക്കണോ എന്നുള്ളത് കൊടുക്കാം. അങ്ങനെ ലൈറ്റ് ഷേപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിക്കണോ വേണ്ടിയെന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതാണ് സ്ട്രിപ്പ് ലൈറ്റ്. പിന്നെയുള്ളത് റെക്റ്റാങ്കുലർ ലൈറ്റ്. ഇത് പൊതുവെ ഒരു സ്ക്വയർ ലൈറ്റ് പോലെ ഇരിക്കും. അതായത് ഇങ്ങനെ തിരിച്ച് വെച്ചാൽ കണ്ടോ, ഒരു സ്ക്വയർ. അതിനെ നിങ്ങൾക്ക് ഷേപ്പ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ സൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് മാറ്റാം. വി ഞെക്കിയാൽ നമുക്ക് സൈസും അതുപോലെ മൂവ് ചെയ്യണം ഉള്ളത് തമ്മിൽ ടോഗിൾ ചെയ്യാം. വി ആണ് കീബോർഡിൽ. വി ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു സിമ്പിൾ ടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ലെങ്ത്തും ബ്രെഡ്ത്തും മൂവ് ചെയ്യിക്കാം കേട്ടോ. ഇത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലായിട്ട് സ്കെയിലാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതാണ് റെക്റ്റാങ്കിൾ ലൈറ്റ്. അപ്പോൾ നമ്മൾ പൊതുവെ കൊടുക്കുന്നത് ഒരു റൂമിലെ ലൈറ്റ് വേണമെന്നൊക്കെ ഉള്ളപ്പോൾ ഈ ബെഡിൻ്റെയൊക്കെ ഒരു ഷോട്ട് എടുക്കാൻ നേരത്ത് മുകളിൽ നിന്ന് വേണമെങ്കിൽ ലൈറ്റ് ഇങ്ങനെ അടിച്ചു കൊടുത്ത് ഇങ്ങനെ താഴെ നിന്നൊക്കെ ഷോട്ട് എടുക്കാം. ലൈറ്റ് കാണൂല. അതേസമയം നമുക്ക് ലൈറ്റ് റൂമിലുള്ള ലൈറ്റ് ഇട്ടേക്കുന്ന റൂം പോലെയൊക്കെ തോന്നിക്കാം, അങ്ങനെയൊക്കെ എടുക്കാം. അതിനു വേണ്ടി റെക്റ്റാങ്കുലർ ലൈറ്റ്. പിന്നെയുള്ള ടൂൾ എന്താ, പാത്ത് ടൂൾ. നമുക്ക് പുറത്തേക്ക് വരാം. പാത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ വഴി ഉണ്ടായി കൊടുക്കുന്ന പോലെ. പാത്ത് എടുത്ത് കഴിയുമ്പോൾ ക്യാരക്ടർ വേണോ, വെഹിക്കിൾ വേണോ, ആനിമൽ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. വെഹിക്കിളാണ് ഏറ്റവും ഉത്തമ ഉദാഹരണം. അപ്പോൾ വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി കണ്ട കുറേ വെഹിക്കിൾസ് വരും. ഞാൻ തൽക്കാലം ഒരു കാർ എടുക്കുന്നു, ടെസ്ല. ഞാൻ പാത്ത് പറഞ്ഞു കൊടുക്കുക, ഇവിടെ നിന്ന് ഇവിടെ വരെ പോട്ടെ. കണ്ടോ, കാറ് പോകാൻ തുടങ്ങി. ഇപ്പോൾ 2 കാറുണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ടൊരു
കർവ് വേണമെന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ അത് ഇവിടെ കർവ് എടുക്കുന്നു, വളച്ച് വിടാം. പിന്നെ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ എവിടെ ശരിക്കും റോഡൊക്കെ ഉണ്ടെങ്കിൽ റോഡിലൂടെ കറക്റ്റ് പോയിൻറ്റ്സ് പിക്ക് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം, വളച്ച് വണ്ടി പോണ പോലെ. നമുക്ക് കാർ ഒരെണ്ണം കൊടുത്ത് 2 എണ്ണം ഉണ്ട്, നമുക്ക് ഒരെണ്ണം മതിയെങ്കിൽ നമ്മൾ ഡൺ അടിച്ച് കഴിയുമ്പോൾ കണ്ടോ സിംഗിൾ ലൈൻ വേണോ ഡബിൾ ലൈൻ വേണോ അത് 3 കാറൊക്കെ പോകണോ ഒറ്റ ടൈം 4 കാറ് പോകണോ ഇഷ്ടമുള്ള കൊടുക്കുക. ഡ്യുവൽ ലൈൻ വേണമെങ്കിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളതൊക്കെ കൊടുക്കാം. പിന്നെ അതിൻ്റെ ലൈൻ വിഡ്ത്ത് എന്തോരം വേണം എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിലേക്ക് പോകണോ ബാക്കിലേക്ക് പോകണോ എന്നുള്ളത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാറിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം, സ്പീഡിൽ പോകണമെങ്കിൽ സ്പീഡിൽ വിടാം, പയ്യെ വിടാം. ഈ ഡ്രോപ്പ് എന്നുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സർഫസിൽ റോട്ടിലൊക്കെ കൂടെ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾ പാത്ത് വരച്ച് കൊടുത്തിട്ട് ഡ്രോപ്പ് കൊടുത്താൽ കറക്റ്റ് റോട്ടിൽ വന്ന് വീണോളും. ആ റോഡിൽ കൂടി പോണ പോലെ ഡ്രോപ്പ് ചെയ്ത് കറക്റ്റ് ഓടിക്കോളും. അതാണ് ഡ്രോപ്പിൻ്റെ ഉദ്ദേശം. എന്നാൽ റാൻഡം കളറ് ആയിട്ട് പല കളറിൽ വണ്ടി പോകണോ നമ്മൾ കൊടുക്കുന്ന കളറിൽ പോകണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കാം. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വേണോ, ലൈറ്റ് ഓൺ ആക്കണോ ലൈറ്റ് വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിന് ഇൻറ്റൻസിറ്റി കൂട്ടാം കുറയ്ക്കാം എല്ലാം ചെയ്യാം. ഇനി ഇതല്ല ഇതിൽ കൂടുതൽ വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ പ്ലസ് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഏത് വണ്ടി വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് ഇപ്പോൾ 2 വണ്ടി കണ്ടോ, ഒരു ലാൻഡ് റോവർ കയറി വന്നു, ഇത് വേണമെങ്കിൽ ഇത് കൊടുക്കാം, അപ്പോൾ അതും കയറി വരും. അങ്ങനെ പ്ലസ് കൊടുക്കുന്നു ക്ലിക്ക് ചെയ്യുന്നു അടുത്ത വണ്ടി വരും, അങ്ങനെ പ്ലസ് കൊടുക്കുന്നു അടുത്ത ക്ലിക്ക് ചെയ്യുന്നു അടുത്ത വണ്ടി വരും, മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ക്യാരക്ടറിനെ ഒരാളെയൊക്കെ നടത്തണമെങ്കിൽ നടത്താം. അപ്പോൾ അതേ ഒരു ട്രോളി തള്ളിക്കണ ഒരാൾ, ഇയാളെ ഞാൻ ഇവിടെ നിന്ന് ഇവിടം വരെ നടക്കാൻ വിട്ടാൽ അയാൾ നടക്കും, മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കർവ് പാത്ത് സെറ്റ് ചെയ്യാം. 2 കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ള കാര്യം, ലൈൻ വിഡ്ത്ത് എത്ര പേര് വേണമെന്നുള്ളത് കൊടുക്കാം. ഇനി ഇയാളുടെ കൂടെ വേറെ ആരെങ്കിലും നടക്കണോ അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, പ്ലസ് കൊടുക്കാം, ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. അങ്ങനെ അത് പിന്നെ ഉള്ളത് എന്താ ആനിമൽ, സെയിം പരിപാടി. മൃഗങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഡോഗ്, വാക്കിംഗ് ഡോഗ്, ഇതിനെ ഞാൻ ഇവിടം വരെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊടുക്കാൻ നടക്കുന്നു. ഡണ്ണടിക്കുക. അതിനെ നമുക്ക് ചൂസ് ചെയ്യാം, 2 എണ്ണം വേണോ 1 എണ്ണം വേണോ എന്നൊക്കെ. അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ, അതല്ല പട്ടി കൂടാതെ വേറെ എന്തെങ്കിലും നടക്കണോ, പ്ലസ് കൊടുക്കുന്നു ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ ഇത് ഓരോ വാക്കിംഗ് ക്യാരക്ടേഴ്സിനെ വെഹിക്കിളിനെ കൊടുക്കുമ്പോൾ നോക്കണം. ഈ ഒരു സിമ്പിൾ കണ്ടോ, ഇത് ഡൈനാമിക് എന്ന് പറഞ്ഞ സിമ്പിളാണ്. ഇതുള്ളതായിരിക്കും എന്തെങ്കിലും മൂവ്മെൻ്റ് ഒക്കെ ചെയ്യുന്നത്. അതില്ലാണ്ടുള്ളതെല്ലാം വെറുതെ സ്റ്റാൻഡിങ് ആയിട്ടുള്ളൊരു സ്റ്റാച്ചു പോലെ നിൽക്കുന്നതായിരിക്കും. കണ്ടോ ഇവിടെ ഇതാണെങ്കിൽ കണ്ട പ്രൊവർഷനിൽ മാത്രമുള്ള ഒരു ഡൈനാമിക് മോഡലാണെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഇതൊക്കെ ഫ്രീ വെർഷനിലും ഉണ്ട്. അപ്പോൾ കിളികളുണ്ട്, മീനുണ്ട്, അക്വരത്തിലൊക്കെ ആണെങ്കിൽ മീനിടാം, എന്ത് വെള്ളം ചെയ്യാം. അതാണ് പാത്ത് ടൂള്. അടുത്തതായിട്ടുള്ളത് എന്താ നമ്മുടെ പ്ലാന്റ്സ് നമ്മുടെ നേച്ചറിൽ വയ്ക്കുന്ന സാധനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ ബ്രഷ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സ്കാറ്റർ ഞാനിപ്പോൾ കാണിച്ചു തരാം. ബേസിക് മോഡലിൽ ഞാനൊരു പ്ലെയിൻ എടുക്കുന്നു തൽക്കാലം സ്കാറ്റർ ചെയ്യാൻ വേണ്ടി. ഞാൻ പ്ലെയിൻ ഇങ്ങനെ വലുതാക്കിയിടുന്നു. എന്നിട്ട് ഞാൻ സ്കാറ്റർ ടൂൾ എടുത്തിട്ട് കണ്ട ഇവിടെ കുറേ മരങ്ങളുണ്ട്. എനിക്കിഷ്ടമുള്ള മരം ചൂസ് ചെയ്യുന്നു, ഞാനിവിടെ കൊണ്ട് സ്കാറ്റർ ചെയ്യുക. ഞാൻ സംഭവിച്ചു ആ പ്ലെയിൻ മൊത്തം റാൻഡമായിട്ട് മരം വന്നു അല്ലേ. അപ്പം സ്കാറ്റർ ടൂളിൻ്റെ പ്രത്യേകത. എനിക്കിവിടെ വേണമെങ്കിൽ അത് എഡിറ്റ് ചെയ്യാം, റൈസ് ചെയ്യാൻ വേണമെങ്കിൽ ഏതെങ്കിലും മരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് വേണ്ടതെന്ന് വെച്ചാൽ വേണ്ട, ഓക്കെ. അത് സ്കാറ്റർ ടൂള്, നമുക്ക് കൺട്രോൾ ഇല്ലാണ്ട് മരങ്ങൾ വരും. അതേസമയം ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുക മരങ്ങൾ. കണ്ടോ, ബ്രഷ് ടൂളിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി എന്തുള്ള ഇനി നമുക്ക് അതിനകത്തുള്ളത് പാത്ത്. ഈ സെയിം പരിപാടി. നമ്മളിപ്പോൾ ഈ ഒരു മരം എനിക്കൊരു പാത്തിൽ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇവിടുന്ന് ടൂളുമ്പരം വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാം. കണ്ടോ, നേരെയായിട്ട് വന്നു. ഞാൻ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിനെ ഫുൾ കൺട്രോൾ ചെയ്യാം. 5 എണ്ണം വേണോ 10 എണ്ണം വേണോ 4 എണ്ണം മതിയോ, ഏത് ഡയറക്ഷനിൽ തിരിഞ്ഞിരിക്കണം, എല്ലാം വേറെ പല ഡയറക്ഷനിൽ തിരിയണോ, ഇനി തമ്മിലുള്ള സ്പേസിങ് റാൻഡം ആയിരിക്കണോ, സെൻറ്ററിൽ നിന്ന് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കണോ, ഇത് വലുതായിരിക്കണോ ചെറുതായിരിക്കണോ, അതെല്ലാം പല പല സൈസിലിരിക്കണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. കേട്ടല്ലോ, ഇതാണ് ആ പാത്ത് ടൂൾ. പിന്നെയുള്ളത് പാർട്ടിക്കിൾ. ഇത് ശരിക്കും നമ്മൾ ഇൻറ്റീരിയറോ മറ്റൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന കുറേ മോഡൽസ് പോലത്തെ സാധനങ്ങളാണ്. ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം കാണിച്ചു തരാം. ഇതിനകത്തൊരു ഹോളോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അതായത് ചുമ്മാ ഭംഗിക്ക് വേണ്ടി ഇടുന്നതാണ്. കുറേ കണ്ട സീലിംഗ് ലൈറ്റുകളൊക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു പ്രൊജക്ഷൻ എടുത്താണ്ട
നിങ്ങൾ ഇങ്ങനൊരു സാധനം ഡൈനാമിക് ആയിട്ടുള്ളൊരു സാധനമാണ്. ഇങ്ങനെയൊക്കെ ഇടാം. അതിനെ കുറേ കാറിലൊക്കെ കൺട്രോൾ ചെയ്യാം. ഇതെല്ലാം പലതാണ്, നമുക്ക് യൂസ് അനുസരിച്ച് ഉപയോഗിക്കാം, ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരില്ല. അങ്ങനെ സാധനങ്ങളൊക്കെയാണ് ചുമ്മാ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഷവർ ഹെഡിൻ്റെ സിംഗിൾ സ്ട്രീം, റൗണ്ട് ഷവർ ഹെഡിൻ്റെ സ്ട്രീം, അങ്ങനെ കുറേ വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് അതിൽ തീയുണ്ട്, വെള്ളമുണ്ട്, സ്മോക്ക് ഉണ്ട്, ഫാളിങ് ലീവ്സ്, ആനിമൽസ് ക്ലസ്റ്റർ, ബേർഡ്സ് പറക്കുന്നു, അതൊക്കെ ഉണ്ട്. ഫയർ വർക്ക്സ്, വെടിക്കെട്ടിൻ്റെ ഒക്കെ ഉണ്ട്. ഫ്യൂച്ചറിസ്റ്റിക് ഡെക്കോർ എന്ന് പറഞ്ഞ് കുറച്ച് ഈ ഹോളോഗ്രാഫി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ യൂസ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത്. ഓക്കെ, പിന്നെയുള്ളത് ഇത് സ്കാറ്റർ ടൂൾ തന്നെയാണ്. അപ്പോൾ നമുക്കത് ഒന്നുകൂടി കാണിച്ചു തരാം. സ്കാറ്റർ ടൂള് എങ്ങനെയാണ് നമ്മൾ ഒരു വർക്കിൽ വൃത്തിക്ക് യൂസ് ചെയ്യാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്കാറ്റർ ടൂൾ എടുത്ത് ഞാൻ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് നമ്മുടെ മോഡലിനൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ഫുള്ള് ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ഒരു സ്കാറ്റർ ടൂൾ. ഇതിലുള്ളതല്ല, ഇതില്ല. ഇത് ഞാൻ മെറ്റീരിയൽ കൊടുക്കുന്നു, ഞാൻ ക്രിയേറ്റ് കൊടുക്കുന്നു. ഇതിൽ ഓൾറെഡി കണ്ട ഇവിടെ കുറച്ച് പ്രീസെറ്റുകളുണ്ട്, കണ്ടൻറ്റ് പ്രീസെറ്റ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ലോൺ ലാൻഡ്സ്കേപ്പ്, ഗ്രൗണ്ട് കവർ, ഫോറസ്റ്റ്, വാട്ടർ ഫ്രണ്ട് ലാൻഡ്, അർബൻ ലാൻഡ്സ്കേപ്പ്, ക്രോപ്സ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻ വരും. ഇതിൽ ഫോറസ്റ്റ് ഒക്കെ എടുക്കണമെങ്കിൽ നമുക്ക് വലിയ ഏരിയ ആയിരിക്കണം, എന്നാലേ ഫോറസ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ഒരു മല പോലെയൊക്കെ നമ്മൾ മോഡൽ ചെയ്തിട്ട് ഇതിൽ കൊണ്ടുവന്ന് മലയെ ഫുള്ള് മരങ്ങളിടാനൊക്കെ നോക്കുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വെള്ളമൊക്കെ ആയിരിക്കും. ഇപ്പം ഞാൻ ചുമ്മാ ഒരു പ്ലെയിൻ എടുത്തേക്കാണ് അത് വരാത്തത്. ഇടാൻ പറ്റുന്നത് ഇപ്പം ഇതിൽ കുറച്ച് ഗ്രാസ് ഒക്കെ ഉണ്ട്. ഈ ഗ്രാസ് ഞാൻ നാച്ചുറൽ മെഡോ എടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലെയിൻ മൊത്തം ഗ്രാസ് വരും. കാണാൻ നല്ല ഭംഗിയാണ് ആ ഗ്രാസൊക്കെ. കാണിച്ചു തരാം, കണ്ടോ. ഈ ഒരു വീട് ഇപ്പോൾ ഒരു പുൽമൈതാനത്തിലിരിക്കുന്ന പോലെ ആയില്ലേ. അതാണ് ഈ ഗ്രാസിൻ്റെ പ്രത്യേകത. കുറച്ച് ഹെവി ആയിരിക്കും നിങ്ങളുടെ സിസ്റ്റത്തിൽ, ബട്ട് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഹാളിൽ കിട്ടും. കുറേ എണ്ണം ഉണ്ട് അങ്ങനെ. അപ്പോൾ അതാണ് ഈ ഒരു സ്കാറ്റർ ടൂളിൻ്റെ പ്രത്യേകത. നമുക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ സ്കാറ്റർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മോഡൽ സെലക്ട് ചെയ്ത് സ്കാറ്റർ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ ഉദ്ദേശിച്ചത്. അതായത് ഇവിടെ മുകളിലുള്ള ടൂൾസ്. ഇനിയും ടൂൾസ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിവിടെ പോയിട്ട് പ്രിഫറൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്ജറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. വിഡ്ജറ്റുകളാണ് ഇവിടെ വരാം. അപ്പോൾ ഞാൻ ക്യാമറ ടൂൾ ഓൺ ചെയ്താൽ അവിടെ വരും, സെക്ഷൻ ടൂൾ ഓൺ ചെയ്താൽ അതവിടെ വരും. അങ്ങനെ കുറേ ടൂളുണ്ട്. ഇതെല്ലാം നമ്മൾ ഇപ്പോൾ പറയാൻ പറ്റില്ല, നമുക്ക് വഴിയാൻ പറയാം. സെക്ഷൻ ടൂൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ക്യാമറ ടൂൾ ഞാൻ ഒരു വീഡിയോയിൽ ഓൾറെഡി കാണിച്ചതാണ്. സെക്ഷൻ ടൂൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. സെക്ഷൻ ടൂൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിൻ്റെ ഒക്കെ റെൻഡർ എടുക്കാനായിട്ട് ക്യാമറ നമ്മളിങ്ങനെ അകത്തുനിന്ന് വെച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവിടെ പുറത്തേക്ക് പോകുന്നു, നല്ല വ്യൂ കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഫോക്കൽ ലെങ്ത് ഒക്കെ മാറ്റി കൊടുക്കണം. അപ്പോൾ ഭയങ്കര ഡിസ്റ്റോർട്ടഡ് ഒക്കെ ആവും. പക്ഷെ നമുക്ക് ഈ ഒരു 50 ഡിഗ്രിയിൽ ക്യാമറ വയ്ക്കണം, പക്ഷെ എടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ചെയ്യുന്നത് ഇവിടെ ഈ സെക്ഷൻ ടൂൾ എടുത്ത് പ്ലെയിൻ എടുക്കും, ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും. എന്നിട്ട് പയ്യെ അങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ അങ്ങനെ ഓപ്പൺ ആക്കും. കേട്ടോ, എന്തായി? ഇപ്പം എനിക്ക് ഇവിടെ വാളിൻ്റെ ശല്യമില്ല, എനിക്ക് നേരെ റെൻഡർ എടുക്കാം. മനസ്സിലായാലും അതാണ് സെക്ഷൻ ടൂൾ. ആ സെക്ഷൻ ടൂള് തന്നെ സെക്ഷൻ ക്യൂബും ഉണ്ട്. സെക്ഷൻ ക്യൂബ് എന്ന് വെച്ചാൽ എന്താ? ഇതിപ്പോൾ ഒരു പ്ലെയിനാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യൂബോയിഡ് വരുന്ന പോലെ കണ്ടോ, ഇവിടെ കൊണ്ടുവന്നൊക്കെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്കതിനെ ഒരു ക്യൂബ് പോലെ കട്ട് ചെയ്യാം. കണ്ടോ, ക്യൂബിന് ഞാൻ വലുതായി കഴിഞ്ഞാൽ അങ്ങനെ അത് കട്ടാവും മൊത്തത്തിൽ. മനസ്സിലായില്ലേ? ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യൂബായിട്ടാണ് കട്ടിങ് വരിക. ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇങ്ങനെ ഒരു ആംഗിളിലൊക്കെ ഓപ്പണായി കിടക്കണമൊക്കെ എടുക്കണമെങ്കിൽ ക്യൂബ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. സെക്ഷൻ പ്ലെയിനും ഉണ്ട്, സെക്ഷൻ ക്യൂബും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. ബാക്കി നമ്മൾ അടുത്ത വീഡിയോ പറയുന്നതാണ്. സോ സ്റ്റേ ട്യൂൺഡ്.